കൊല്ലത്ത് എന്തിനും ഏതിനും ഒന്ന് പറഞ്ഞ് രണ്ടിന് അടിയാണ്. പ്രത്യേകിച്ച് സദ്യവട്ടം നടക്കുന്ന ഇടങ്ങളിൽ ബാറുകളിൽ നിരത്തിപ്പിടിച്ച് അടിയാണ്. കഴിഞ്ഞ ദിവസം ഓച്ചിറ ബാറിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ വാർത്ത നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹം തോന്നിയത്. ബാറിൽ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ബാറിൻ്റെ സമയം ഇടതുമുന്നണി സർക്കാരിൻ്റെ കാരുണ്യം കൊണ്ട് 12 മണി വരെ ആക്കി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 12 മണി വരെ, 12 അടിക്കുന്നത് വരെ, അതായത് പിറ്റേ പുലർച്ച എത്തുന്നത് വരെ വിശാലമായി മോന്താം. അങ്ങനെ കുടിച്ചിരിക്കുമ്പോൾ ചില കുടിയന്മാർക്ക് തോന്നും ഇനിയും വേണം. ബാറുകാർ സമ്മതിക്കൂ. ബാറുകാർ കൂടുതൽ സമയം ലൈറ്റ് ഇട്ടിരുന്നാൽ എക്സൈസ് പിടിക്കും. പിന്നെ പണിഷ്മെന്റായി, പെറ്റിയായി, പിഴയായി അതൊക്കെ വരും. അതുകൊണ്ട് ബാറുകാർ പറഞ്ഞു, ചങ്ങാതിമാരെ നിങ്ങൾ ഇറങ്ങിപ്പോണം, 12 മണിയായി. അപ്പോൾ ഇച്ചിരി കശപിശയൊക്കെ ആയി, പിടിച്ചു തള്ളിയ ഉമാരെ അങ്ങനെ പുറത്തിറക്കി വിട്ട് ബാറങ്ങടച്ചു. പിറ്റേ ദിവസം ഇതാ വരുന്നട ഗുണ്ടാപ്പടയോടെ ഈ ചെറുപ്പക്കാർ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. വീഡിയോയിൽ ഇതൊക്കെ ഉണ്ട്. ഇവന്മാർ വന്നിട്ട് ബാറിൻ്റെ അകത്തുള്ള ഗ്ലാസ്, ചില്ലുകൂട്ടിലെ കുപ്പികൾ ഒക്കെ തന്നെ ഇവന്മാർ അടിച്ചു പൊട്ടിച്ചു. ബാർ ജീവനക്കാരെയും അടിച്ചു പൊട്ടിച്ചു. എന്താണ്? കുടിക്കാൻ കിട്ടിയില്ല എന്നതാണ് കാരണം. ഏറ്റവും ഒടുവിലെ കൊല്ലത്ത് നടന്ന സംഭവം. ഇനി മറ്റൊരു സംഭവം കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. അത് പള്ളിമുക്കിലാണ്. പള്ളിമുക്കിലെ പ്രശസ്തമായ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പിറ്റേ ദിവസം മറ്റൊരു വിളിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, ഇന്നലെ വല്ലാത്തൊരു ഇടങ്ങേറുപെട്ടൊരു തലവേദന കേസിൽ പോയി ചാടിപ്പോയി, അതുകൊണ്ടാണ് ഇന്നലെ നേരിട്ട് കാണാൻ പറ്റാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തലവേദന പിടിച്ച കേസ് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. പള്ളിമുക്കിലൊരു ഓഡിറ്റോറിയമുണ്ട്. ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണമേളം നടക്കുകയാണ്. കല്യാണമേളത്തിൽ ഈ പെണ്ണു വീട്ടുകാർക്ക് ഐസ്ക്രീം ലഭിച്ചില്ല. എന്നാൽ ഐസ്ക്രീം പെട്ടിയിൽ ഐസ്ക്രീം ഉണ്ട് താനും. ചോദ്യമായി, വഴക്കായി, അടിയായി, പോലീസ് കേസായി. ഇരവിപുരം പോലീസ് 2 കൂട്ടരെയും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് വഴക്കൊന്നുമില്ല, തമ്മിൽ പരാതിയില്ല എന്ന് പറഞ്ഞ് എഴുതി വയ്പ്പിച്ചിട്ട് ഇവരെ വിട്ടു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഐസ്ക്രീം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും കാണാതെ കിടക്കുന്നവരാണോ കൊല്ലത്തുകാരെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ പെരുകുകയാണ്. മുമ്പ് നമുക്കറിയാം, പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള അടി, എന്തിന് അച്ചാറ് കിട്ടിയില്ല എന്ന് പറഞ്ഞ അടി, നെയ്ച്ചോറ്, ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള അടി. അങ്ങനെ ഇടങ്ങേറാണ്. എന്തിനും ഏതിനും അടിയാണ്. കൊല്ലംകാരെ അടച്ചാക്ഷേപിക്കണമെന്നല്ല, കൊല്ലത്ത് ലാവിഷാണ്. കൊല്ലംകാരുടെ വിരുന്നിനൊക്കെ പോയാൽ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ ചൊല്ല് തന്നെയുണ്ട്. ഒരു വീട്ടിൽ, നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ പോയാൽ ആവശ്യത്തിലധികം ഭക്ഷണം തരുന്ന ആളുകളാണ് കൊല്ലത്തുള്ള ആളുകൾ. ഭക്ഷണം കണ്ട് മടുത്തവർ, കണ്ട് നിറഞ്ഞവരാണ് കൊല്ലത്തെ മനുഷ്യരൊക്കെ തന്നെ. മീനായാൽ മീൻ, ഇറച്ചിക്ക് ഇറച്ചി, പാലിന് പാല്, പപ്പടം, എല്ലാം ഉണ്ട്. അത്താഴ പട്ടിണിക്കാരുടെ വീടുകളിൽ ചെന്നാൽ പോലും അതിഥിയായി എത്തുന്നവരെ ദൈവതുല്യരായി കണ്ട് ഭക്ഷണം ധാരാളം കൊടുക്കുന്നവരാണ് കൊല്ലത്തുകാർ. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കുമുണ്ട്. പക്ഷേ കൊല്ലത്തുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാസ് മീൻസ് ഒരു കൂട്ടമാകുമ്പോൾ കൊണ്ടാണ് ഈ ഭക്ഷണ കാര്യത്തിൽ ഇങ്ങനെ അലമ്പന്മാരാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷേ 1ഉം 2ഉം പറഞ്ഞ് കല്യാണ വീടുകളിലൊക്കെ പോയി കലിപ്പുണ്ടാക്കാൻ ഇവന്മാർ ഇങ്ങനെ കൊല്ലംകാരെ അപമാനിക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷെ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് വാസ്തവമാണ്. കൊല്ലം സാംസ്കാരിക സമ്പന്നമാണ്. കൊല്ലത്ത് ഇമാതിരി ഏർപ്പാടുകൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ കഷ്ടകാലത്തിന് ഈ മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ മാസ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് പോലെ ഈ മാസ് ഒരു കൂട്ടമായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അലമ്പുകൾ നടക്കും. കള്ള് കിട്ടിയില്ല എന്ന് പറഞ്ഞ അടി, പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ അടി, അച്ചാറ് കിട്ടിയില്ലെങ്കിൽ അടി, ബിരിയാണി കിട്ടിയില്ലെങ്കിൽ അടി, ഇങ്ങനെ കുറേ തരം അടികൾ. ഈ അടികളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.